ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഫ്രഷ് മൈൻഡായിട്ട് 2026 സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാലോ? എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രഷായിട്ട് ഒരു തുടക്കമായാലോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഒരിക്കലും ഇടാത്ത, അതായത് ഈ കഴിഞ്ഞൊരു വർഷം ഒരിക്കലും യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ്. അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് സൂക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇത്രമാത്രം പ്രിയപ്പെട്ടത് എനിക്ക് ആവുന്നതെന്ന്. അങ്ങനെ നമ്മൾ നമുക്ക് ചിലപ്പോൾ വണ്ണം കൂടിയിട്ട് ഇടാം, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടിടാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരട്ടെ എന്നിട്ടിടാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ആ തുണികൾ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ, അതെയോ നമ്മളിനി ഇതിങ്ങനെ വെച്ചിരിക്കുകയാണോ എന്നുള്ളത്. എന്നിട്ട് നമുക്കത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അങ്ങനെയാകുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ ക്ലോത്ത് എടുത്ത് വെക്കാനായിട്ട് നമ്മുടെ ഷെൽഫിലും നമ്മുടെ വാർഡ്രോബ്സിലുമൊക്കെ സ്ഥലം ഉണ്ടാവും. അടുത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സ്പയറി ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ ഐറ്റംസ്, അതുപോലെ മെഡിസിൻസ്, ഇതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. നമ്മുടെ ഷെൽഫുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ എല്ലാം നമ്മളൊന്ന് ഒഴിവാക്കാം. അടുത്തതായിട്ട് നമ്മൾ ബ്രോക്കൺ ഗാഡ്ജറ്റ്സ് ആണ് ഒഴിവാക്കേണ്ടത്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് നമ്മുടെ വീട്ടിലെ സ്ഥലം ഇങ്ങനെ വേസ്റ്റായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതായത് ഒരിക്കലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയുമില്ല. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് കളയാനൊരിക്കലും മനസ്സും വരില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്കൊന്ന് വേണ്ടാന്ന് വയ്ക്കാം. നെക്സ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുള്ള എക്സ്ട്രാ കേബിളുകൾ നമ്മൾ കഴിഞ്ഞൊരു വർഷം ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ഒരു മെത്തേഡിൽ പറയുന്നത്, 6 മാസത്തിൽ കൂടുതൽ നമ്മളൊരു സാധനം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്, ഇനി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമോ, ഇത് നമുക്ക് കളഞ്ഞാൽ എങ്ങനെയാവും എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടി അതിന് കൊടുക്കാം. ഒരു 6 മാസം കൂടി അതൊന്ന് മാറ്റി വയ്ക്കുക. ഒരിക്കലും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അത് നമ്മൾ എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമേ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഷെൽഫിലുള്ള നമ്മൾ ഒരിക്കലും ഇനി തിരിച്ച് വായിക്കാൻ ഇല്ല എന്ന് ഉറപ്പുള്ള ബുക്കുകൾ നമ്മളൊന്ന് മാറ്റുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബുക്കുകൾ വെക്കാനുള്ള സ്ഥലം നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. നെക്സ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന പാകമല്ലാത്ത ഷൂസുകൾ നമ്മളൊന്ന് മാറ്റുക. അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ഷൂസുകൾ നമുക്ക് അർഹതയുള്ളവർക്ക് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസ്പോസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റായിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളാണ്, കിച്ചണിൽ കുറേ സാധനങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞൊരു വർഷം യൂസ് ചെയ്യാത്തത്, പഴയ പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ഡപ്പകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഈ ഒരു വർഷം ഒഴിവാക്കാം. ചിലവരുടെ ഇങ്ങനെ ഒരു സ്വഭാവമാണ് കുറേ പ്ലാസ്റ്റിക് കവറുകളിങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. പ്ലാസ്റ്റിക് കവർ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ 1-2 എണ്ണം സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ കിട്ടുന്ന കവറുകളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് നമ്മുടെ കിച്ചണിൽ സ്ഥലം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളാണ്, നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത, അല്ലെങ്കിൽ കീറിയിട്ടുള്ള, അല്ലെങ്കിൽ ചെറുതായിട്ട് തുളഞ്ഞിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, ടവലുകൾ, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മളത് കീറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പുതിയൊരു വർഷം നമുക്ക് പുതിയ ഒരു തുടക്കമാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പഴയ ബെഡ്ഷീറ്റുകൾ നമ്മൾ മാറ്റിയ മാത്രമാണ് ആ സ്പേസിലേക്ക് നമുക്ക് പുതിയ ബെഡ്ഷീറ്റുകളും പുതിയ ടവൽസുമെല്ലാം വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അലമാരിയിലും ഒട്ടും സ്ഥലം ഉണ്ടാവാതെ വരും. അടുത്തതാണ് നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. പിന്നീട് നമ്മൾ മാറ്റേണ്ട കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ പൊട്ടിയതും അവരുടെ ഏജ് ഓവറായിട്ടുള്ള, അവർ യൂസ് ചെയ്യാത്ത ടോയ്സും. അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് മറ്റൊരു കുട്ടിക്ക് അർഹതപ്പെട്ടതായിരിക്കാം, മറ്റൊരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാം.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് അത്ര നല്ലതായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അവരിനി ഒരിക്കലും അത് കളിക്കില്ല, അവർക്ക് ഏജ് ഓവറായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അതല്ല കുറച്ച് മോശമായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റി അവിടെ മറ്റൊരെണ്ണം വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഇമെയിലുകൾ നമ്മളൊന്ന് ഇരുന്നിട്ട് ചെക്ക് ചെയ്യുക. ഈ ഇമെയിലുകൾ നമുക്കിനി ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ലാത്ത ഇമെയിലുകൾ തീർച്ചയായിട്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫോണിൽ ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യാത്ത പല പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മൈൻഡ് പോലെ തന്നെ, നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ ഫോണും ഒന്ന് ക്ലട്ടർ ഫ്രീ ആവാനായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല, നമ്മുടെ കുറേ ഫോട്ടോസ് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ലത് മാത്രം സൂക്ഷിക്കുക. എന്നിട്ട് നല്ലതല്ലാത്ത ഫോട്ടോസ് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു പുതിയൊരു വർഷത്തിൽ നമ്മുടെ ഫോണിനും കൂടി ഒരു ശ്വാസം വിടാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നീട് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ്, അതായത് പല പല ചാനലുകൾ നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ചാനലുകൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുക. പിന്നീട് നമുക്കൊരിക്കലും യൂസ് ആവാത്ത പഴയ ബില്ലുകൾ, പഴയ ഫയൽസ്, ഇതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ കുട്ടികളുടെ പഴയ ബുക്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അതത്ര ഹെൽത്തി അല്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സൈലൻ്റ് ആവാം. നമ്മുടെ നെഗറ്റീവ് റിലേഷൻഷിപ്സിൽ നിന്ന് ഒന്ന് മ്യൂട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുതിയ വർഷം നമ്മളിങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മുടെ വീടും നമ്മുടെ മനസ്സും നമ്മുടെ ഫോണും നമ്മുടെ റിലേഷൻഷിപ്സും ഒക്കെ സുന്ദരമാവും. അപ്പോൾ പുതിയൊരു വർഷത്തിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റട്ടെ എന്നും നല്ലൊരു വർഷമാവട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ബൈ.